ഇപ്പോൾ സാധാരണത്തതുപോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷം നേരത്തെ മുതൽ ബഹുമാനപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിലാവശ്യമായ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ അവസരം പറയാം. ഇന്നത്തെ സാധാരണത്തേതുപോലെ മന്ത്രിതല ഉപസമിതിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ആളുകളുടെയുമുള്ള യോഗം ചേർന്നിരിക്കും. സാധാരണ നമ്മളെ പറയുന്ന കണക്ക് പോലെ ഇന്ന് അവസാനം നിൽക്കുന്ന അവസാനത്തെ 6 മണി സമയത്തെ കണക്കനുസരിച്ച് 229 പൂർണ്ണ മൃതശരീരങ്ങളും 198 ബോഡി പാർട്ടുകളുമാണ് ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. 229 ബോഡി പാർട്ടും 229 പൂർണ്ണമായ മൃതശരീരങ്ങളും 198 ബോഡി പാർട്ടും ഉൾപ്പെടെ 427. ഇന്ന് ബറിയലുണ്ടായിരുന്നു 3 പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങളും 1 ബോഡി പാർട്ടും അടക്കം 4 അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡിയാണ് ഇന്ന് ബറയിലിന് വിധേയമായിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ക്യാമ്പുകളുടെ ആകെ എണ്ണം 14 എണ്ണമാണ്. 14 ക്യാമ്പുകളിലായി 599 കുടുംബങ്ങളിലെ 2 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും 437 കുട്ടികളും ഉൾപ്പെടെ 1784 പേരാണ് ഇന്നത്തെ കണക്കനുസരിച്ച് ചൂരൽമലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ നമുക്ക് നൽകാനുള്ള കണക്ക്. നമ്മുടെ മിസ്സിംഗ് പേഴ്സൺ 130 എന്ന നിലവാരത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ചിലത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ചിലത് ആ വഴിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക്, അതിൻ്റെ എണ്ണത്തിലുള്ള കുറവുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രക്തസാമ്പിളുകൾ മഹാഭൂരിപക്ഷവും എടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും 119 രക്തസാമ്പിളുകൾ മിസ്സിംഗ് പേഴ്സൺസിൻ്റെ ബന്ധുക്കളുടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. പലതവണ ബന്ധപ്പെട്ടിട്ടും നേരിട്ട് കണ്ടുമുട്ടാത്ത 11 പേരുടെ 11 മിസ്സിംഗ് കേസുകളിലെ ബന്ധുക്കളാണ് ഇനി ലഭ്യമാകാനുള്ളത്. ഒരുപക്ഷെ എണ്ണം അത്രയേറെ വരണം എന്നില്ല. കാരണം ഒരാൾ തന്നെ 2-3 മിസ്സിംഗ് കേസുകളുടെ അടുത്ത രക്തബന്ധുവായി വരുന്നത് കൊണ്ട് ചെറിയ നമ്പർ ആളുകൾ ഇനി വേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവസാനമായി എല്ലാവരെയും ഒന്നുകൂടി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ നടത്തി നാളത്തോടു കൂടി അത് ലഭ്യമാകുന്നുണ്ട്. DNA ടെസ്റ്റിന് പോയതുപോലെ കിട്ടുന്ന മുറയ്ക്ക് രക്തസാമ്പിളുകളെല്ലാം ലബോറട്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് ഫലം ലഭ്യമാകുന്നതിനനുസരിച്ച് വേഗത്തിൽ ആ കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയും. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടി വന്ന അടിയന്തിരമായ പ്രശ്നം ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസത്തിൻ്റെ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ്. അതിനായി നേരത്തെ തന്നെ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് ലഭ്യമാക്കാൻ LSTAയും PWDയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അയച്ചിരുന്നു. അതനുസരിച്ച് റെഡി ടു ഒക്യുപ്പൈ എന്ന വിധത്തിൽ LSTAയുടെ 41 കെട്ടിടങ്ങളും PWDയുടെ 24 കെട്ടിടങ്ങളും ഉൾപ്പെടെ 65 കെട്ടിടങ്ങൾ ഏത് സമയത്തും താമസിക്കാൻ ഉതകുന്ന വിധത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 34 കെട്ടിടങ്ങൾ 2 വിഭാഗത്തിലുമായി റിപ്പയറിങ്ങിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം എന്ന കണക്കിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജില്ലയിലെ മുഴുവൻ LSTD പ്രസിഡന്റുമാരോടും സെക്രട്ടറിമാരോടും ഇക്കാര്യത്തിൽ അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാടക വീടുകളുടെ കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അത് കൂട്ടി നോക്കുമ്പോൾ 286 വാടക വീടുകൾ ഇതിനകം വാടകയ്ക്ക് തയ്യാറാകുന്ന വിധത്തിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു റെൻ്റൽ തീരുമാനം അഥവാ പോളിസി നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തുള്ള 6 പഞ്ചായത്തുകളിലേക്ക് അത് കേന്ദ്രീകരിക്കണം എന്നാണ്. ഒന്നാമത്തെ ധാരണ മേപ്പാടി, മുപ്പൈനാട്, വൈത്തിരി, കൽപ്പറ്റ, മുട്ടിൽ, അമ്പലവയൽ, ഈ വിധത്തിൽ
കുട്ടികളുടെ വിദ്യാഭ്യാസവും ആളുകളുടെ ജോലി സാധ്യതയും എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും വാടക വീടുകൾ എന്ന ധാരണയിലേക്ക് കടക്കുക. വാടക വീടുകളിലെ ധാരണയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വാടക വീടുകളെ ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട്. അത് ക്രമീകരിക്കണം. അവിടെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്ന് നോക്കണം. അവിടെ എന്തെല്ലാം ഉപകരണങ്ങളാണ് ഇനി താമസത്തിന് വിധേയമാക്കുമ്പോൾ അവർക്ക് വേണ്ടി വരിക എന്നത് പരിശോധിക്കണം. നേരത്തെ ഹാരിസൺ മലയാളവുമായി അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കളും മാനേജ്മെൻറ്റും പൂർണ്ണമായി ഇവിടെ വന്ന് മന്ത്രിതല ഉപസമിതിയെയും കളക്ടറെയും നേരിട്ട് കാണുകയുണ്ടായി. അവരുടെ തൊഴിലാളികളായിട്ടുള്ള 102 കുടുംബങ്ങൾക്കുള്ള താമസം അവർ തന്നെ അവരുടെ ക്വാർട്ടേഴ്സുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് അല്ലാതെയും നൽകാം എന്നവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ ഈ പറയപ്പെടുന്ന പ്രദേശങ്ങൾക്കകത്താണോ, ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളുണ്ടോ, അവിടെ താമസിക്കാൻ സജ്ജമാക്കാൻ കഴിയുന്നതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ, ഈ പറയുന്ന ആളുകൾക്ക് എവിടെയെല്ലാമാണ് അലോട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാൻ, ഇക്കാര്യങ്ങൾ പഠിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറായിരിക്കും അതിന് നേതൃത്വം നൽകുക. പഞ്ചായത്തിൻ്റെ JD അതിൽ അംഗമായിരിക്കും. ഇവിടെ ചുമതലപ്പെട്ടിട്ടുള്ള ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ഇപ്പോൾ ക്യാമ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ ബിജു, PWD ബിൽഡിങ്സിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതിൻ്റെ അതിൻ്റെ കൺവീനറായി തഹസിൽദാർ, ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരിക്കും ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഭ്യമാകുന്ന വാടക സ്ഥലങ്ങൾ ഏതൊക്കെ, ആ സ്ഥലങ്ങളിൽ എവിടെയെല്ലാം താമസിക്കാൻ ഉതകും, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇനി പുതിയതായി ചെയ്യണം, ഹാരിസൺ മലയാളം പോലെ തൊഴിലാളികളുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തനക്ഷമമാണോ, ആരെയൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ അലോട്ട് ചെയ്യാൻ കഴിയും, എവിടെയെല്ലാമാണ് വീടുകൾ തിരഞ്ഞെടുക്കേണ്ടത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ പഠനം ചെറിയ സമയത്തിനുള്ളിൽ അവർ നടത്തി അവരും അവരുടെ ഉദ്യോഗസ്ഥന്മാരും ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച് മെയിൻ്റനൻസ് നടത്തേണ്ടതുണ്ടെങ്കിൽ നേരത്തെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ച് അതിവേഗത്തിൽ നടക്കുന്നത് പോലെ റിപ്പയർ PWDയും ബന്ധപ്പെട്ട ഏജൻസികളും കൂടി നടത്തി പൂർത്തീകരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർ നേതൃത്വപരമായ പങ്കുവഹിക്കുക. അതോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ വളരെ വിശദമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കേണ്ടതുണ്ട്. താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ മന്ത്രിതല ഉപസമിതിയിൽ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ക്യാമ്പുകളിൽ വരലോ ബന്ധുവീടുകളിൽ പോകലോ അല്ല സ്ഥിരമായ പുനരധിവാസത്തിൻ്റെ അടിസ്ഥാന ഘടകം. അത് ആരെല്ലാമാണ് എഫക്റ്റഡ് പാർട്ടി എന്ന് നേരിട്ട് പരിശോധിച്ചായിരിക്കും. അതിൽ ആർക്കും ഒരു സംശയവും ഒരു പ്രയാസവും വേണ്ട. അങ്ങനെ എഫക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ പാർട്ടിയെയും വീണ്ടും അവിടെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള സ്ഥായിയായ സാധ്യതകൾ തന്നെയാണ് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ ഒതുക്കുക എന്നുള്ളത് കൊണ്ട് ഒരു കൺഫ്യൂഷനില്ല. പക്ഷെ ഇപ്പോൾ വേണ്ടത് ഇവിടെ എഫക്റ്റഡ് അല്ലാത്ത ചില ആളുകൾ കൂടി താൽക്കാലികമായി മഴയോ പ്രശ്നങ്ങളോ ഉള്ളത് കൊണ്ട് വന്നവരുണ്ട്. പല ക്യാമ്പുകളിൽ നിന്നും അവർ പിരിഞ്ഞു പോകുന്നതും നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നേരത്തെ 17 ക്യാമ്പുകളായിരുന്നു. അതിൽ തന്നെ നെല്ലിമുണ്ടം അമ്പലം ഹാളിലെ ഒരു ക്യാമ്പ് എഫക്റ്റഡ് പാർട്ടീസ് അല്ല, പക്ഷെ മഴയുള്ളത് കൊണ്ട് അവർക്ക് ക്യാമ്പിൽ വന്ന് താമസിക്കേണ്ടി വന്നു, അവർ പിരിഞ്ഞുപോയി. തൃക്കേപ്പറ്റയിലെ 2 ക്യാമ്പുകളിലെ ആളുകൾ ഇതുപോലെ തന്നെ താൽക്കാലിക വാടക വീടിൻ്റെ പ്രശ്നമില്ല, അവരുടെ സ്ഥലത്ത് വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ ഘട്ടത്തിൽ വന്ന് താമസിച്ചവരുണ്ട്, അവർ പിരിഞ്ഞുപോയി. പലയിടത്തും അതിഥി തൊഴിലാളികളായ ആളുകളുണ്ടായിരുന്നു, അവരെ അതിനാവശ്യമായ വിധത്തിൽ ഉചിതമായ ധാരണയോടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ബന്ധപ്പെട്ട സ്ഥലത്ത് ജില്ലാ കളക്ടർ തന്നെ വിവരം കൊടുത്തുകൊണ്ട് അതത് സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ബന്ധുവീടുകളിലേക്ക് പോകാൻ പറ്റുന്നവരാരൊക്കെയുണ്ട്, അവർ ബന്ധുവീടുകളായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. സിംഗിളായ ആളുകൾ ആരൊക്കെയുണ്ട്, അവരൊറ്റയ്ക്ക് വിടാനാകില്ല, അവരെ ഏത് വിധത്തിൽ നമുക്ക് താൽക്കാലികമായ പുനരധിവാസത്തിന് വേണം, ബാക്കി എത്ര പേർ അങ്ങനെ വരും, അത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ളൊരു കണക്ക് റിപ്പോർട്ടും ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന വിധത്തിൽ തയ്യാറാകുന്നുണ്ട്. വാടകയുമായി ബന്ധപ്പെട്ടൊരു പൊതു പോളിസി തയ്യാറാക്കാൻ നേരത്തെ സർക്കാർ തന്നെ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ആ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതുമായിട്ടുള്ള ഉത്തരവ് ഇന്നലെ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള DM ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറിൽ വളരെ കൃത്യതയോടുകൂടി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും നൽകുന്ന പണത്തെ സംബന്ധിച്ച് 300 രൂപയുടെ ദിവസം തോറുമുള്ള സഹായ വാഗ്ദാനത്തെക്കുറിച്ചെല്ലാം അതിനകത്തുണ്ട്. അത് ഇന്നലെ
പത്രമാധ്യമ സുഹൃത്തുക്കൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം ഇനി വേണ്ടി വരും എന്ന് കരുതുകയും ചെയ്യുന്നില്ല. നമ്മുടെ രണ്ട് വിധത്തിലുള്ള പരിശോധന അടിയന്തരമായി നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ നേതൃത്വത്തിൽ NDMA-യുടെയും STMA-യുടെയും നേതൃത്വത്തിൽ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് ടീം 19-ാം തീയതി ഈ മേഖല സന്ദർശിക്കുന്നുണ്ട്. പുനർനിർമ്മാണ ആവശ്യകത വിലയിരുത്തുക എന്നുള്ളതാണ് ആ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവർ 19-ാം തീയതി പ്രദേശങ്ങൾ സന്ദർശിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആവശ്യമായ റിപ്പോർട്ട് തരും. വളരെ പ്രധാനപ്പെട്ട വളരെ ഭീകരമായിട്ടുള്ള ഈ ദുരന്തമുണ്ടായ പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ദുരന്ത സാധ്യതകൾ അവലോകനം ചെയ്യാൻ, അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഇനി ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കാനൊക്കെയായി ഒരു വിദഗ്ധ സംഘത്തെ അയക്കും എന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴുള്ള സെൻട്രൽ ടീം വന്ന് പോയതിന് ശേഷമായിരിക്കും ആ ടീം വരിക എന്ന് നിശ്ചയിച്ചു. ആ ടീമിൽ അംഗങ്ങളെ 5 പേരടങ്ങുന്ന ഒരു ടീമിനെയാണ് ഇപ്പോൾ നമ്മൾ STMA-യുടെ നേതൃത്വത്തിൽ സജസ്റ്റ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളത്. സെസ്സിൻ്റെ റിട്ടയർഡ് സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ശ്രീ ജോൺ മത്തായി, CWRDM-ൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ ദൃശ്യ, STMA-യുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ പ്രദീപ്, NIT സൂറത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ ശ്രീവത്സ കുളത്തയാർ, ഇതിനു പുറമെ സോയിൽ മെക്കാനിക്സിൻ്റെ ഒരു പ്രതിനിധി കൂടി, അവരുടെ വിവരം ലഭ്യമായിട്ടില്ല. ഈ 5 പേരടങ്ങുന്ന ടീം പുഞ്ചിരിമറ്റം, മുണ്ടകൈ, ചൂരൽമല, അട്ടമല തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേകമായി പരിശോധന നടത്താം എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നിങ്ങളറിയിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് വളരെ ശ്രദ്ധയോടെ എല്ലാ മാധ്യമങ്ങളും നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. പ്രധാനമന്ത്രി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ പ്രത്യേക M170-ൻ്റെ ചോപ്പറിൽ വന്നെത്തി. അദ്ദേഹം ആകാശമാർഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടിംഗ് കേട്ടു. ഇവിടെ വന്ന് നേരത്തെ നിശ്ചയിച്ചതുപോലെ ഉള്ള സ്ഥലങ്ങൾ, ബെയിലി പാലം, സ്കൂള്, തുടർന്ന് ഫോഴ്സുമായിട്ടുള്ള ആശയവിനിമയം, ക്യാമ്പിൽ വന്ന് ആളുകളെ കാണൽ, ഹോസ്പിറ്റലിലെത്തി ചില ആളുകളെ കാണൽ, ഇക്കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചതിന് ശേഷം ഇവിടെ മന്ത്രിതല ഉപസമിതിയും ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഇവിടെ നടക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില ആശയങ്ങൾ അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുകയുണ്ടായി. അതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊരു പ്രത്യേക പാക്കേജ് തന്നെ കേരളത്തിന് ലഭ്യമാകണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും തൊഴിൽ ഇരിക്കുമ്പോൾ മരിച്ചവരുടെ കുടുംബത്തിന് തൊഴിൽ നൽകാനും വേണ്ടി പ്രത്യേകമായിട്ടുള്ള പരിപാടി ഉണ്ടാക്കണം എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാൻ, തൊഴിലിരിക്കുമ്പോൾ മരിച്ചവരുടെ കുടുംബത്തിന് തൊഴിൽ നൽകാൻ, ഓരോരുത്തർക്കും അനുയോജ്യമായ തൊഴിൽ വേണം എന്ന് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ അറിയിച്ചു. അത് തന്നെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൂടി കൊണ്ടുവന്നുകൊണ്ട് നൈപുണ്യ പരിശീലനം ഉൾപ്പെടെ നടത്തിയ ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരുടെ മാനസികാശ്വാസം, അതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള പുനർനിർമ്മാണം എന്നിവയിൽ പ്രത്യേക സഹായം വേണം എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങൾ, അതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ പഠനത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ശാക്തീകരിക്കണം. ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായങ്ങൾ കൂടുതൽ കേരളത്തിന് ലഭ്യമാകണം. അത് സംബന്ധിച്ച് ദേശീയ കേന്ദ്രങ്ങളും കേരളത്തിൽ ഉള്ള ദേശീയ കേന്ദ്രത്തിൻ്റെ സെൻറ്ററുകളും കുറെ കൂടി നന്നായി ശാക്തീകരിക്കാൻ വേണ്ടി കഴിയണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഒരു വിധത്തിലുള്ള വിവാദങ്ങളുമില്ലാതെ എല്ലാവരും മനസ്സായി നടക്കപ്പെടുന്ന ഒരു ദുരന്ത നിവാരണ പ്രക്രിയയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ വേണം എന്ന അർത്ഥത്തിൽ തന്നെ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രധാനമന്ത്രിക്ക് നൽകുകയും ഉണ്ടായി. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ ദുരന്തമായി കാണാവുന്ന ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അങ്ങേക്ക് ഈ സ്ഥലങ്ങൾ കണ്ട സാഹചര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാകും. നേരത്തെ അങ്ങ് ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ടാകും. അങ്ങ് കണ്ടിട്ടുണ്ട്, അങ്ങ് ആ ഘട്ടത്തിലൊക്കെ വളണ്ടിയറായി പ്രവർത്തിച്ചു എന്നെല്ലാം പറയുന്നതും ഞങ്ങൾ കേൾക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ആ വിധത്തിലൊരു ദേശീയ ദുരന്തമായി ഇതിനെ കാണണം. ദേശീയ ദുരന്തമായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സിവിയർ ഡിസാസ്റ്ററായി ഇത് അങ്ങയുടെ പരിഗണനയ്ക്ക് മുമ്പിൽ വെക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. 1979 മോർബി ദുരന്തം മുതൽ സന്നദ്ധ പ്രവർത്തകനായി പ്രവർത്തിച്ച അനുഭവം വെച്ചുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളിൽ പ്രത്യേകമായ വേദനയുണ്ടെന്നും അത് കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ പുനർനിർമ്മാണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ കാര്യത്തിൽ പ്രത്യേക സഹായം നൽകാവുന്ന കാര്യം പരിഗണിക്കാം എന്നുമുള്ള ഒരു അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ മുമ്പിൽ വയ്ക്കുകയുണ്ടായത്. ഇന്നലെ തന്നെ രാജ്യത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്ന കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘത്തിന് മുമ്പാകെ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയും കണ്ട്, ഗ്യാസ് മിനിസ്റ്ററും അവരെ കാണുകയുണ്ടായി, ബന്ധപ്പെട്ട മന്ത്രിമാർ ഉണ്ടായി, കണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒരു റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണത്തിന് 2000 കോടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെലവഴിക്കേണ്ടി വരും എന്ന് കേരളം ആ ഘട്ടത്തിൽ അഭിപ്രായം പറയുകയുണ്ടായി. 1200 കോടി രൂപയാണ് പ്രാഥമികമായി ലോസ് കാണുന്നത്. പക്ഷേ നഷ്ടം അതിനേക്കാൾ കൂടുകയേ ഉള്ളൂ. ഓരോ ഘട്ടത്തിലും ഓരോ ഇനങ്ങൾക്കും ഓരോ വിളകൾക്കും ഓരോ കന്നുകാലികൾക്കും ഒക്കെ ഉണ്ടായ നാശം പ്രത്യേകമായി അതിൽ കൂട്ടേണ്ടതുണ്ട് എന്ന് കേരളം കേന്ദ്ര സ്ഥല സംഘത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെർച്ച് ഓപ്പറേഷന് ചിലവാകുന്ന പൂർണ്ണമായ സംഖ്യ, ഡെബ്രി റിമൂവൽ ചെയ്യുന്നതിനാവശ്യമായ പൂർണ്ണമായ സംഖ്യ, ക്യാമ്പുകളുടെ സംഘാടനം, അതുപോലെ തന്നെ ഗ്രേഷ്യസ് റിലീഫ്, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്ച്വൽ സംഖ്യ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ 150 ആക്കും എന്ന് നമ്മൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോടും വീണ്ടും അഭ്യർത്ഥിച്ചു. DM ആക്ടിൻ്റെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 13 പ്രകാരം ഈ സംഭവത്തെ കണ്ട് ഒരു ലോണുകൾ സമ്പൂർണ്ണമായി മരവിപ്പിക്കാനും ആ ലോണുകളുടെ ബാധ്യത കണ്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ പുതിയ ലോണുകൾ എടുക്കാൻ അവർക്ക് കഴിയാത്ത സ്ഥിതി മാറ്റി പുതിയ ലോണുകൾ എടുക്കാനും അവരെ പ്രേരിപ്പിക്കാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്നും കേന്ദ്ര ഗവൺമെൻറ്റിനോട്, ഗവൺമെൻറ്റിൻ്റെ ഉന്നതതല സംഘത്തിനോട് ഇന്നത്തെ ബന്ധപ്പെട്ട ആളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇനി ആക്ച്വൽസ് എന്ന് പറയുന്ന വിശദാംശങ്ങൾ, ചില കാര്യത്തിൽ വളരെ മൈന്യൂട്ടായി കാണേണ്ട വിശദാംശങ്ങൾ കൂടി പ്രത്യേകം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് കൈമാറുകയും ചെയ്യും. അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, കേരളത്തിൻ്റെ നിവേദനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും രേഖാമൂലം അത് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു. ഇന്നലെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണക്കുകളെല്ലാം ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു. ഇനി ചില കാര്യങ്ങളിൽ ചില ആക്ച്വൽസ് എടുക്കുന്നത് എത്രയാണ് എന്നുകൂടി നോക്കേണ്ട കാര്യമേ നമ്മുടെ മുമ്പിൽ ബാക്കി വരുന്നുള്ളൂ. അതും തുടർന്ന ദിവസങ്ങളിൽ കൈമാറും. ആ വിധത്തിലാണ് വളരെ സമഗ്രമായി കേന്ദ്ര സംഘത്തിൻ്റെ മുമ്പിലും പ്രധാനമന്ത്രിയുടെ മുമ്പിലും ഇന്ന് ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ മെമ്മോറാണ്ടം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനി ഒരു പുതിയ കാര്യമല്ല, അതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അത് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നേരത്തെ റെപ്രസെൻറ്റേഷൻ, അതായത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ പൂർണ്ണമായി കൈമാറി കഴിഞ്ഞു. ഇനി മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ അനുസരിച്ചിട്ടുള്ളൊരു നടപടിക്രമം മാത്രമാണ്. അത് ഏറ്റവും അടുത്ത ദിവസം കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിൽ ആക്ച്വൽസ് മാത്രമാണ്. കേന്ദ്രത്തിന് കൊടുക്കേണ്ടതെല്ലാം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സാങ്കേതിക മാത്രമേ മുമ്പിലുള്ളൂ.
അല്ല, സാധാരണ നിലയിൽ അങ്ങനെയാണല്ലോ നമ്മൾ കരുതേണ്ടത്. അദ്ദേഹം ഇത് മെൻഷൻ ചെയ്യുമ്പോൾ ആ വിധത്തിലുള്ളൊരു ദുരന്തത്തിന്റെ ഗൗരവത്തോടു കൂടി തന്നെ അദ്ദേഹം ഇതിനെ കാണും എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ആ വിധത്തിൽ പറഞ്ഞത്. അത്ര തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിലിനി ഒരു സംശയത്തിന്റെ കാര്യമില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദവുമില്ലാതെ ഒറ്റക്കെട്ടായി മലയാളി, കേരളത്തിലുള്ളവർ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മലയാളിയും ഒരു വികാരത്തോടെ നിൽക്കുന്ന ഒരു ഡിസാസ്റ്ററാണിത് എന്ന ഗൗരവത്തോടെ ഇതിനെ കാണണമെന്ന് ആമുഖമായി റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം കണ്ട ദുരന്തങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഇത് കാണുമ്പോൾ ആ വിഷയത്തെ സൂചിപ്പിക്കാനുള്ള കാരണം അതുപോലെ ഒരു വലിയ ദുരന്തമാണ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ആ വിധത്തിൽ തന്നെ നമ്മളെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. അല്ല, ഞാൻ പറഞ്ഞത് ഡേറ്റ് ഇട്ടൊരു മറുപടി പ്രധാനമന്ത്രി ഇവിടെ ഇരുന്ന് പറയുക. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക്, അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം, നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട സഹായങ്ങളൊക്കെ ലഭിക്കും, കേന്ദ്രത്തിൽ നിന്നും ഒരു സഹായം ലഭിക്കാത്തതിൻ്റെ ഭാഗമായി നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന പ്രശ്നം വരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ല, സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തെ നേരിട്ട് കാണാൻ വേണ്ടിയാണ്, അതിൻ്റെ ഒരു ഗ്രാവിറ്റി അളക്കാൻ വേണ്ടിയാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അതുകൊണ്ടാണല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോർബി ദുരന്തത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞത്. ബാക്കിയെല്ലാം ഇന്നലെ കേന്ദ്ര സംഘം വന്നിവിടെ പരിശോധിച്ചു പോയിട്ടുണ്ട്. അവരാണ് വിദഗ്ധർ. അവരും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിദഗ്ധരും മന്ത്രിയും ഒക്കെ പറഞ്ഞത് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഈ കണക്കുകളിൽ. അതായത് ശരിയാണ്, കേരളം ഒരു അനാവശ്യ വർത്തമാനമല്ല പറഞ്ഞത് എന്നതിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ കൂടി ചെന്ന് അത് പിന്നെ കാര്യങ്ങൾ അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവസാനമായി പറഞ്ഞതിൽ ഞങ്ങൾ ആവർത്തിച്ചു നിൽക്കുന്നു, ഇതൊരു വലിയ ദേശീയ ദുരന്തമാണ് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഡിസാസ്റ്ററിൻ്റെ ഒരു സിവിയർ നാച്ചറിൽ തന്നെ ഇതിനെ കണക്കുകൂട്ടണം, ആ വിധത്തിൽ കേരളത്തിന് ഉയർന്നു വരാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ വികാരങ്ങൾ കേട്ട് ഇനി അദ്ദേഹം തീരുമാനമെടുക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നേരത്തെ ഉരുൾപൊട്ടൽ മലയിടിച്ചിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒട്ടനവധി പ്രദേശങ്ങൾ വയനാട്ടിലുണ്ട്. അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതിവാസം കൂടി ഈ പാക്കേജിന്റെ ഭാഗമായി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? അത്തരം പരിഗണന ഉണ്ടാകും? അല്ല, ദുരന്തങ്ങളുടെ എല്ലാ ഭൂമികളിലും പരിശോധനയും പരിഗണനയും ഉണ്ടാകും. ഇത് ഇപ്പോൾ മറ്റൊരു പാക്കേജാണ്, സമാനതകളില്ലാത്ത വിധം ഒറ്റപ്പെട്ട മനുഷ്യന് വേണ്ടി നമ്മൾ നടത്താൻ പോകുന്ന ഒരു പാക്കേജാണ്. ഈ പാക്കേജിൽ ഇത് തന്നെയായിരിക്കും പ്രധാന ശ്രദ്ധ. പക്ഷേ മറ്റു മനുഷ്യരുടേതൊപ്പം ഇതോടൊപ്പം ഉണ്ടായ ഞങ്ങൾ 3 പേരും പോയി നോക്കിയ സ്ഥലമാണ് വിലങ്ങാട്. ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ പരിഗണിക്കും. ഇതൊരു പ്രത്യേക കേസായി, ഒരു പാക്കേജായി പരിഗണിക്കേണ്ട വിഷയമാണ്. അല്ല, സാധാരണ ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നത്തിൻ്റെ പിന്നാലെ പരസ്പരം 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ആശയവിനിമയമാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രധാനമന്ത്രിയെ വിളിക്കണമെന്നില്ല. ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉചിതമായ വിധത്തിലുള്ള നിലപാട് ഒരു ജനാധിപത്യത്തിൽ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥതല സംഘം ചീഫ് സെക്രട്ടറിയെ തന്നെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇതുവരെ വീഴ്ചയില്ലാതെ പോയിട്ടുണ്ട്, ഇനിയും വീഴ്ചയില്ലാതെ തന്നെ പോകും. അതിലെ നമ്മൾ ലോകത്താകെയുള്ള മനുഷ്യർ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഉറ്റുനോക്കിയത്. ലോകത്താകെയുള്ള മനുഷ്യർ ഈ വയനാട് ദുരന്തത്തെ എല്ലാ നിലയിലും മനസ്സിലാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശരീരമുണ്ടെങ്കിലും മനസ്സ് ഈ വയനാടിനോടൊപ്പം, അതിജീവന പ്രവർത്തനത്തോടൊപ്പമുള്ള എല്ലാവരും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഉറ്റുനോക്കിയത്. ആ പ്രതീക്ഷയ്ക്ക് കോട്ടം വരുന്ന നിലയിലേക്കുള്ള ഒരു സംഭവം പ്രധാനമന്ത്രി വന്ന് പോകുന്നത് വരെ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാർ എന്താണോ പ്രതീക്ഷിച്ചത്, ആ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെയും സംസാരം. ഞാൻ പറയാം, അതിലേക്ക് വരാം. അപ്പൊ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ 2024 സംഭവം. 2024 പ്രധാനമന്ത്രി വന്ന ഒരു സംസ്ഥാനത്ത്, ഉത്തരാഖണ്ഡിൽ
അദ്ദേഹം വൈകാരികമായി സംസാരിച്ചു. പക്ഷേ വേണ്ടത്ര സഹായം ലഭിച്ചില്ല എന്നുള്ള ചർച്ചയും വിവാദമൊക്കെ ഉണ്ട്. നമ്മൾ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. കേരളത്തിൽ ഉത്തരാഖണ്ഡ് ആവർത്തിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കേരളത്തിൽ ഉത്തരാഖണ്ഡ് ആവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയാൻ കാരണം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരാഖണ്ഡ് പെടുത്തിയിട്ടില്ല എന്നല്ല, തുടക്കം മുതലേ എല്ലാ നിലയിലും കേന്ദ്രത്തിൻ്റെ സഹായവും കേന്ദ്ര സർക്കാരുമായി കൈകോർത്തുകൊണ്ടുള്ള ഇടപെടലുമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. ആർമി വന്നത് മുതൽ ഓരോ കാര്യങ്ങളിലും ഇവിടെ നടക്കുന്ന ഓരോ ഡെവലപ്മെൻറ്റും ഇതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടും അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ടും രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഓരോ ചുവടുവെപ്പും കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും 2 കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരുമായി ഞങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവ് അപ്രോച്ചാണ് ഞങ്ങളെ സംസാരത്തിലും തിരിച്ചിങ്ങോട്ടും വന്നിട്ടുള്ളത്. കേന്ദ്ര ദൗത്യ സംഘം വന്നിട്ടുണ്ട്. കേന്ദ്ര ദൗത്യ സംഘം ആദ്യം മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും കണ്ടു. പിന്നീട് ഇന്നലെ ഇവിടെ വന്ന സമയത്ത് ഞാനും MLA-മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങിയ ഈ മുറിയിലാണ് ഇരുന്നത്. അവിടെ ഞങ്ങളും ഇരുന്നു, ഇവിടെ കേന്ദ്ര സംഘവും ഇരുന്നു. വളരെ ഈ വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. അതിതീവ്ര ദുരന്തം എന്നുള്ള നിലയിൽ ഇതിനെ പെടുത്തും എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും അതിനെതിരായിട്ടുള്ള ഒരു സംസാരം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രധാനമന്ത്രി വരുമ്പോഴും പ്രധാനമന്ത്രി വന്ന് സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇവിടെ എത്തി, ഈ കസേരയിലാണ് പ്രധാനമന്ത്രി ഇരുന്നു. ഇവിടെ ഇരുന്ന് ഞങ്ങൾ മന്ത്രിമാരിവിടെ, ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, ഇവിടെ ഗവർണർ, ബഹുമാനപ്പെട്ട ഗവർണറുണ്ട്, അവിടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഉണ്ട്, ഇവിടെ റവന്യൂ മന്ത്രി ഉണ്ട്, അപ്പുറത്ത് ഞാനുണ്ട്, AK ശശീന്ദ്രൻ മിനിസ്റ്റർ ഉണ്ട്, ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. ചീഫ് സെക്രട്ടറി ആദ്യം കാര്യങ്ങൾ അവതരിപ്പിച്ചു. ആ സ്ക്രീനിലായിരുന്നു പ്രസന്റേഷൻ. എല്ലാ കാര്യങ്ങളും അതിൽ അവതരിപ്പിച്ചു, ഒരു വീഡിയോ പ്രദർശിപ്പിച്ചു. അതിനുശേഷം ഈ കസേരയിൽ ഇരുന്ന മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് അതേപടി റവന്യൂ മന്ത്രി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ സംസാരം. ഞങ്ങളൊക്കെ സസൂക്ഷ്മം പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കുകയായിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞതിൽ പരിപൂർണമായി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിരുന്നു. അതിൽ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ 970-ന്റെ അവസാനത്തിൽ ഗുജറാത്തിൽ നടന്ന രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത അനുഭവം മുതൽ ഈ സംഭവം വരെ പ്രധാനമന്ത്രി പറയുമ്പോൾ പോസിറ്റീവായി എല്ലാ നിലയിലും സംസ്ഥാന സർക്കാരിനെ സഹായിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉത്തരാഖണ്ഡ് എന്നുള്ള ഒരു അനുഭവം കേരളത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നില്ല. കേരളത്തിൽ ഉത്തരാഖണ്ഡ് ആവർത്തിക്കില്ല. വളരെ പോസിറ്റീവായ സമീപനം പ്രധാനമന്ത്രി സ്വീകരിക്കുമെന്ന് ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന പ്രതീക്ഷ പ്രധാനമന്ത്രി തിരിച്ചു പോയപ്പോഴും ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ഇതുവരെ കേന്ദ്ര സർക്കാരിനോട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ എന്തൊക്കെയാണോ ഇത്തരം വിഷയം വരുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ നടത്തേണ്ടത് അതൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനിയും അത് നടത്തും. അതുകൊണ്ട് എല്ലാ പ്രതീക്ഷയും വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മാസങ്ങൾക്ക് മുമ്പ് 3 സംസ്ഥാനങ്ങൾക്ക് തുടർച്ചയായി കേരളത്തിലേതുപോലെ തുടർച്ചയായി ഇതുപോലെ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതിന് 3 സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ ഉൾപ്പെടെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങൾക്ക് 11,500 കോടി രൂപ നൽകിയിട്ടുണ്ട്. അതുൾപ്പെടെ ഒരു പ്രതീക്ഷയാണ്. ഈ നിലയിൽ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി തിരിച്ചു പോകുമ്പോഴും അതിജീവനത്തിന്റെ പോരാട്ടത്തിന് കൈത്താങ്ങായി പ്രധാനമന്ത്രിയുടെ സന്ദർശനവും കേന്ദ്ര സർക്കാരിന്റെ ഉടനെ വരാൻ വേണ്ടി പോകുന്ന നിലപാട് മാറുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അല്ല, കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, DM ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം കാർഷിക കടങ്ങൾ, കാർഷികേതര കടങ്ങൾ മരവിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, മരവിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ വാക്ക്. അതിനെ തുടർന്നുള്ള നടപടി എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അതേ വാക്ക് തന്നെ ഇതിനകത്ത് പ്രഖ്യാപിക്കുകയാണ്. അതിന് ശേഷം അത് ഏതെങ്കിലും വിധത്തിലൊരു ബാധ്യതയായി കണക്കാക്കാതെ പുതിയ ലോണുകൾ അനുവദിക്കാനുള്ള തയ്യാറെടുപ്പും കേന്ദ്രം നടത്തണം എന്ന ആവശ്യം തന്നെയാണ്. സെക്ഷൻ 13 അത് പ്രതിപാദിക്കുന്നുണ്ട് DM ആക്ടിന്റെ. ആ സെക്ഷൻ 13 ഇവിടെ ബാധകമാക്കണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നാളെയും ജനകീയ തെരച്ചിൽ, അത്
ഇന്നലെ നമ്മൾ ഉച്ചയ്ക്കോടുകൂടി അവസാനിപ്പിക്കപ്പെട്ട ജനകീയ തെരച്ചിൽ നാളെയും തുടരും. അതിൽ അഫക്റ്റഡ് പാർട്ടീസായ ആളുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം പങ്കെടുപ്പിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുള്ളവരെ നേരിട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അവിടെ കാണാൻ കഴിയുന്നവരെ, അതുമായി ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തകരുടെയും ഫോഴ്സിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സഹായം ഉണ്ടാകും. ഏതെങ്കിലും ഭാഗത്ത് ഇനി തിരയാൻ ബാക്കിയുണ്ട് എന്ന തോന്നൽ ഉണ്ടാകാത്ത വിധം നമുക്ക് തെരച്ചിൽ നടത്തണം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. അതിനെ തുടർന്ന് ഡൗൺ സ്ട്രീമിലുള്ള തെരച്ചിലും ഫോഴ്സിനെ കൊണ്ട് അതേ വിധത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് പ്രതീക്ഷ. നാളെ ജനകീയ തെരച്ചിലായിരിക്കും 6 സോണുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട്. മറ്റന്നാൾ വളരെ കേന്ദ്രീകൃതമായി ഡൗൺ സ്ട്രീമിൽ, ഇപ്പോൾ ഡൗൺ സ്ട്രീമിലാണ് ചിലത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത്, ഇപ്പോഴത്തെ സംഭവം ഉൾപ്പെടെ. ഡൗൺ സ്ട്രീമിൽ അങ്ങനെ ഒന്നുകൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവൻ സംവിധാനത്തെയും മറ്റന്നാൾ പൂർണ്ണമായി ഫോഴ്സിനെ പൂർണ്ണമായി രംഗപ്രവേശം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ആ കാര്യങ്ങളിൽ കൂടി ആലോചന നടത്തും. നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ എത്ര നേരം കൊണ്ടുപോകുന്നതുകൊണ്ട് വിരോധമില്ല. ഒരു ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് ആ വിധത്തിലാണ്. കഴിഞ്ഞ ദിവസം PM-ന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഉച്ചവരെയും ഉണ്ടായുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ അന്ന് തീരുമാനിച്ച പൂർണ്ണസമയം മുഴുമിപ്പിക്കാൻ വേണ്ടി ഉച്ചവരെ എന്നാണ്. പക്ഷെ തെരച്ചിലിൻ്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയോ എവിടെയെങ്കിലും തെരച്ചിൽ ബാക്കി വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ അതും കൈകാര്യം ചെയ്തും കണ്ടും മുന്നോട്ട് പോകാനാണ്. നാളെ രാവിലെ സാധാരണ പോലെ 7:30-8 മണിയോടുകൂടി ആരംഭിക്കും. 8 മണിയോടുകൂടി ആരംഭിക്കും. ഫോറസ്റ്റിനെ നന്നായി, ഫോറസ്റ്റ് ഇപ്പം തന്നെ നല്ല സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത കേന്ദ്രങ്ങളിൽ കൂടി ഫോറസ്റ്റിൻ്റെ സാന്നിധ്യമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയും ആ കാര്യത്തിലുണ്ട്. അത് പൂർണ്ണമായിട്ട് ആ വിധത്തിൽ വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തും. പക്ഷെ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നിടത്ത് മാത്രമേ ഉപയോഗപ്പെടുത്തൂ. പഴയ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രശ്നം എയർലിഫ്റ്റ് ചെയ്യേണ്ട സാധ്യതകൾ വരികയാണ്. നേരത്തെ അറിഞ്ഞ് അങ്ങോട്ട് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് പോയി അവരെ കൊണ്ടുപോകാം. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫോൺ സംവിധാനം കൂടി ലഭ്യമല്ലാതെ പോകുന്ന ഘട്ടമുണ്ടായാൽ നമുക്ക് ഒരു പ്രയാസം വരും. ഇപ്പം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള പുതിയ അറിവ് വെച്ചിട്ട് ഓഗസ്റ്റ് 11-12 ശേഷം ഒരു ആഗോള മഴപ്പാത്തി MJO അനുകൂല മേഖലയിൽ എത്തുന്നതോടെ അവസാനം വരെ മഴയുടെ ഒരു സാധ്യത, കാലവർഷം സജീവമാകാനുള്ള സൂചനയൊക്കെ ഏജൻസികളിൽ നിന്ന് ലഭ്യമായി വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് പോകുന്നവർക്ക് തടസ്സപ്പെടുത്തതല്ല, പക്ഷേ ഒരു കൃത്യമായ അറിവോടുകൂടി വേണം എവിടെയും പോകാൻ. നാളെ പോകുന്നവരെ സംബന്ധിച്ചും ഒരു ധാരണയുണ്ട്. 9 മണിക്ക് വരെ ഉള്ളിൽ വരുന്ന ആളുകളെ രജിസ്റ്റർ ചെയ്താണ് അകത്ത് കടത്താൻ പോകുന്നത്. കാരണം ഏതെങ്കിലും വിധത്തിൽ അങ്ങോട്ട് പോയി, ഞായറാഴ്ചയാണ്, ഒരു ഞായറാഴ്ച നമ്മൾ അനുഭവത്തിന് വിധേയമായതാണ്, ആളുകളുടെ എണ്ണം വല്ലാതെ കൂടും. അപ്പോൾ ഇക്കാര്യത്തിൽ പ്രയാസകരമാണ് പണി എന്ന ധാരണയോടുകൂടി അതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ ഉള്ളവർ മാത്രം വരിക, 9 മണിക്കുള്ളവർ അതിനകത്ത് കയറുക. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ എല്ലാവരെയും അതിനകത്തേക്ക് വിട്ടാൽ ഞായറാഴ്ച ദിവസം അതിൻ്റെ കൂടുതൽ, ആളുകളുടെ ഭക്ഷണത്തിൻ്റെ കണക്ക്, ഇതൊക്കെ പ്രയാസകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എവിടെയാണ് ഉള്ളത് എന്നറിയാത്ത സ്ഥിതി. വൈകുന്നേരമാകുമ്പോൾ ഈ തെരഞ്ഞ ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള വിലാസം നമ്മുടെ കയ്യിലുണ്ടാകും. വളണ്ടിയറായി രജിസ്റ്റർ ചെയ്താൽ. രജിസ്റ്റർ ചെയ്യാത്ത ആളുകളെ അകത്ത് കടത്തിവിടാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇനിയൊരു വേറെ ദുരന്തത്തിലേക്ക് നമുക്ക് പോകാനാകില്ല എന്നുള്ളത് കൊണ്ടാണ്. ഡൗൺ സ്ട്രീമിൽ പോയ സന്നദ്ധ പ്രവർത്തകരുടെ മാനസികാവസ്ഥയും അവരുടെ ധൈര്യവും അവരുടെ കരുത്തും ഗവൺമെൻറ് നല്ലതുപോലെ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു അറിയിപ്പോടുകൂടി പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടുപോയാൽ നമുക്ക് പറ്റാത്തൊരു പ്രയാസം വരും. 2 ക്യാമ്പുകൾ പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. 2 ക്യാമ്പുകൾ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി പുറത്താരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ അതിനുള്ള ധൈര്യം കാണിക്കുന്നില്ല. അവരവിടെ വിട്ടോട്ടെ, അവിടെ കടന്നോട്ടെ എന്നൊക്കെ പറയുന്നതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും മൃഗസംരക്ഷണ വകുപ്പിനോടൊന്നുകൂടി ഗൗരവത്തോടെ ആ കാര്യത്തിൽ ഇടപെടാൻ പറയാം. ദിവസത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നാളെ ജനകീയ തെരച്ചിൽ, മറ്റന്നാൾ ഡൗൺ സ്ട്രീമിലെ തെരച്ചിൽ. അത് കഴിഞ്ഞ് നോക്കാം നമുക്ക് എങ്ങനെ ഇതിൻ്റെ പോക്ക് എന്ന് കാണാം. ഇപ്പോൾ എത്ര ദിവസമായി എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഇതൊക്കെ എല്ലാ ദിവസവും അവലോകനം ചെയ്യുന്നുണ്ടല്ലോ. ശാരീരികമായിട്ടുള്ളതിൻ്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ജൈവശാസ്ത്രമൊക്കെ അറിയുന്നവരാണ് നമ്മളെന്നുള്ളത് കൊണ്ട് ഒരു ഘട്ടം ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പും ഉണ്ടാകാത്ത വിധത്തിൽ അത് പോകണം എന്നുള്ളത് കൊണ്ടാണ് ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നതും ഈ വിധത്തിൽ 2 ദിവസത്തെ ക്രമീകരിച്ചിട്ടുള്ളത്.